ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ വെയിറ്റ്, നല്ല അടിപൊളി ഓഫറുകൾ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഓഫറുകൾ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസം ഓഫറുകൾ ഉണ്ടായിരിക്കും. സോ അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രൈസ് റേഞ്ചിലാണ്, ഏതൊക്കെ ബ്രാൻഡുകളിൽ മേലെ ഏതൊക്കെ ഓഫറുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഏതെങ്കിലും ഒരു ഫോൺ, ഒരു റോങ് ആയ ഫോൺ പോയി എടുക്കാതെ കറക്റ്റായിട്ടുള്ള ഏറ്റവും നല്ല ഫോൺ തന്നെ എടുക്കാൻ ശ്രമിക്കാം. കാരണം ഓഫർ മാത്രം നോക്കിക്കൊണ്ട് 30,000 ഫോൺ 20,000 കിട്ടുന്നു അടിപൊളി എന്ന് വിചാരിക്കാതെ ആ പ്രൈസിന് അത് നല്ലതാണോ എന്ന് കൂടി അറിയണമല്ലോ നമുക്ക്. സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ഫോണുകളാണ്, ബെസ്റ്റ് ഫോണുകളാണ് ഓരോ പ്രൈസിനും വന്നിട്ടുള്ളത്, അതിലേതൊക്കെ ഡീലുകളുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ മുഴുവൻ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇതിങ്ങനെ എടുത്ത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. 40 രൂപ 50 രൂപ പ്രൈസുള്ള ഫോൺ 20,000 രൂപയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ആക്ച്വലി ചിലപ്പോൾ അത് മാർക്കറ്റിൽ 20,000 25,000 വെക്കുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ കൂടിയ പ്രൈസ് കുറച്ച് കാണിക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് നടക്കാറുണ്ട്. അവർ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ 34,000 രൂപ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നിടത്ത് അതൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ഫോൺ എന്ന രീതിയിൽ അവർ കാണിക്കുന്ന ഫോൺ നല്ല ഫോൺ ആയിക്കൊള്ളണമെന്നില്ല. സോ അപ്പോൾ ഈ വക ഒരുപാട് ട്രിക്കുകൾ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നല്ല ഫോണുകൾ ഏതാണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. സോ അപ്പോൾ സമയം ഒട്ടും കളയേണ്ട. ആദ്യം തന്നെ ഐഫോണുകൾ മേലുള്ള ഡീലുകൾ പറയാം, ഏതൊക്കെയാണ് റേറ്റ് ഓഫറുകൾ വന്നിരിക്കുന്നുള്ള കാര്യം. 57 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. നല്ല ഫോണാണ്, അതിൽ വേറെ യാതൊരു കൺഫ്യൂഷനും വേണ്ട. നല്ല ഫോണാണ്, അതും നല്ല ഡീലും തന്നെയാണ്. അതിനേക്കാൾ വില കുറയാൻ അടുത്തെങ്കിലും ചാൻസും ഇല്ല. ഇപ്പോൾ ഈ ഒരു നല്ല ഡീലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഐഫോൺ 15. എന്നാൽ നമ്മളിപ്പോൾ പുതിയ 16 എടുക്കാൻ പോകണമെങ്കിൽ അതിനും നല്ല ഡീൽ തന്നെയാണ് നിൽക്കുന്നത്, 59,990. സോ ഞാൻ പറയുകയാണെങ്കിൽ 16 തന്നെ എടുക്കുക, 15 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ജനറേഷൻ പുറകിലുള്ള ഒരു ഫോൺ ഒരു 2,000-2,500 രൂപയുടെ ലാഭത്തിന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും 16 തന്നെ എടുക്കുക. 60,000 രൂപയ്ക്ക് താഴെ 59,990 16 കിട്ടുന്നുണ്ട്. ഇനി പ്ലസ് വേണമെങ്കിൽ പ്ലസ് എടുത്താലും കുഴപ്പമില്ല, അതിനൊരു 10,000 രൂപ കൂടുതൽ, അതായത് 66,990 ആണ്. അതും നല്ല ഡീല് തന്നെയാണ്. ഇനി പ്രോയിലേക്ക് പോയാലും 1,00,000 ആ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് പ്രോയും കിട്ടുന്നത്. സോ ഇതെല്ലാം തന്നെയും ഏറ്റവും കുറഞ്ഞ നല്ല റേറ്റിലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ഐഫോൺ എടുക്കാനുള്ള ഓപ്ഷൻ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇനി സാംസങ് ആണെങ്കിൽ S24 അൾട്രയൊക്കെ നല്ല ഡീലിലാണ് കാണിക്കുന്നത്. 84,990 കിട്ടുന്നുണ്ട്. അത് ആ പ്രൈസിന് അടിപൊളിയാണ്. പക്ഷേ സാംസങ് ഫോണുകളുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഓഫറിൻ്റെ. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ലിങ്ക് ഐക്കണിൽ കൊടുക്കാം, ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ. സാംസങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. എല്ലാ റേഞ്ചിലുള്ള ബെസ്റ്റ് ഡീലുകളും അതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ S24 അൾട്ര ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, കാരണം അത് നല്ല ഡീലാണ്. 84 സംതിങ്ങിന് കിട്ടിയതല്ലേ. സോ അപ്പോൾ അങ്ങനെയാണ് ഐഫോൺ 16 സീരീസ്, 15 അതേപോലെ S24 അൾട്ര തുടങ്ങിയ ഹൈ എൻഡ് മോഡലുകളിലെ ബെസ്റ്റ് സംഭവങ്ങളുടെ നല്ല ഓഫറുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് താഴോട്ട് വരാം. അതായത് S24 പ്ലസ് 52,990 കിട്ടുന്നുണ്ട്. 256 GB മോഡൽ തന്നെയാണ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും നല്ല ഡീലാണ് 52,990. 24 പ്ലസ് ഒന്നും നോക്കാനില്ല, നല്ല സെറ്റപ്പ് സാധനം. തീർച്ചയായിട്ടും പോയി പഠിക്കാം. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി അതിലും കുറഞ്ഞ റേഞ്ചിൽ വരുന്ന ഒരു നല്ല ഫോൺ ഓഫറിൽ കണ്ടത് കേട്ടോ. ഞാൻ ഇവിടെ ഒരുപാട് ഫോണുകൾ 50 രൂപ റേഞ്ചിൽ കിടക്കുന്നുണ്ട്. അതിൽ നല്ല ഓഫറിൽ കണ്ടത് OnePlus 13R ആണ്. നല്ല ഡീലാണ്. അതായത് 39,990 നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ 8 Gen 3 പ്രോസറൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഓവറോൾ ഒരു സെറ്റ് സാധനമാണ്. തീർച്ചയായിട്ടും ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കുക, എടുക്കുക, വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി താഴെ വന്നിട്ട് ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ രീതിയിലൊരു ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ സാംസങ് ഫ്രണ്ടിൽ വരും. S24 FE എല്ലാതരം ഫീച്ചേഴ്സും, ഒരു ഫോണിൽ കിട്ടേണ്ട സകലതരം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് S24 FE അവർ ഇറക്കിയിട്ടുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഏറെക്കുറെ എല്ലാതരം ഫീച്ചേഴ്സിനകത്തുണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ഫോൺ എടുക്കാം. 34,990 ഈ ഫോൺ കൊടുക്കുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് നല്ല ക്വാളിറ്റി തന്നെയാണ്. 4700 mAh ബാറ്ററിയേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്. ബാറ്ററി ലൈഫ് വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ നോക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം 4700 mAh ബാറ്ററിയൊക്കെ ഉള്ളൂ. 34,000 35,000 വിവോ V50 ഒക്കെ നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 90 വാട്ട് ചാർജിങ് ഒക്കെ ഉണ്ട്. ഒപ്പം അതിൽ സൈസ് ലെൻസൊക്കെ വെച്ചിട്ട് നല്ല ക്യാമറ സെറ്റപ്പ് ഉണ്ട് V50യിൽ. ഒപ്പം വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റും ആയ ഒരു നൈസ് സാധനമാണ് V50. അത് 35,000 രൂപ കിട്ടാനുണ്ട് നമുക്ക്. വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ അല്ല നോക്കുന്നെങ്കിൽ V50 ഓഫറൊന്നും ഇല്ലെങ്കിൽ പോലും ആ വിലയ്ക്ക് ആ സാധനം നല്ലതാണ്. ആ ഒരു ബാറ്ററി എന്ന ആസ്പെക്ട് ഒഴിച്ച് നിർത്തിയാൽ സാംസങ്ങിൻ്റെതായ ഒട്ടനവധി ഫീച്ചറുകൾ One UI 7 ഒക്കെ അടക്കം S24 FE നല്ല ഡീലാണ് 34,000 രൂപയ്ക്ക്. സോ ചിന്തിച്ച് നോക്കുക. കൂടിയ ബാറ്ററി ലൈഫ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ V50 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഇത് സെറ്റാണ്. ഇനി ബഡ്ജറ്റ് അതിൽ നിന്ന് താഴേക്ക് കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ iQ Neo 10R വന്നിട്ട് 25,000 രൂപയ്ക്ക് നല്ല ഡീലാണ്. അത് എല്ലാതരം സംഭവങ്ങളും അതിനകത്തുണ്ട്. ക്യാമറ വന്നിട്ട് ടോപ്പൊന്നും അല്ല, എന്നാലും ഡീസൻറ്റ് ക്യാമറയുമാണ്. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിക്കോളൂ. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസറാണ്. 6400 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ് ഒക്കെ ഉണ്ട്. ടോട്ടലി ഒരു നല്ല സെറ്റപ്പാണ്. 25,000 രൂപ വരുന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പഠിക്കാം. ആ പ്രൈസിന് നൈസ് ഐറ്റമാണ്. iQൻ്റെ ഫോൺ വേണമെന്നുള്ളവർക്ക്, കാരണം ഗെയിമിങ്ങിന് നല്ല ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന ടീമാണല്ലോ. അതുകൊണ്ട് താല്പര്യം അതാണെങ്കിൽ എടുക്കാൻ പറ്റിയ ടൈമാണ്. സോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ റേഞ്ചുകൾ 20,000 മുകളിൽ നിൽക്കുന്ന കുറേ ഫോണുകൾ, 30,000 40,000 ആ റേഞ്ചിലൊക്കെ പോകുന്ന ഫോണുകളാണ്. 20,000 താഴെ ഫോൺ എടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ഒരുപാട് നല്ല നല്ല ഓപ്ഷൻ അടുത്ത ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ഇറങ്ങി. നമ്മളും ഓരോ ഫോണും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്ക് എല്ലാ ഫോണും നല്ലതാണോ?
ആക്ച്വലി ഈ അടുത്ത കാലത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളും നിന്ന് നോക്കിയാലും അത് പ്രൈസിന് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ തന്നെയാണ് ഓരോ ബ്രാൻഡും ഇറക്കിയിരിക്കുന്നത്. ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഇറങ്ങിയ CMF ഫോൺ 2 Pro, മോട്ടോയുടെ Edge 60 Pro 30,000 താഴെ ഇറങ്ങിയത് എല്ലാമേ വന്നിട്ട് ഒരു ഓൾറൗണ്ടർ ഫോണുകളാണ്. ഒന്നിനും ആ പ്രൈസിന് മോശം എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അത്ര നല്ലതും പറയേണ്ടി വന്നു, ചീത്തയും കേൾക്കേണ്ടി വന്നു. ചെയ്തല്ല പഴിയും കേൾക്കേണ്ടി വന്നു. എല്ലാത്തിനെയും നല്ലത് പറയുകയാണെന്ന്. മോശം ഫോൺ ആണെങ്കിലേ മോശം പറയാൻ പറ്റുള്ളൂ. കണ്ടു നോക്കൂ, നിങ്ങൾ നോക്കി നോക്കുള്ളൂ, ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ വീഡിയോ എങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. എല്ലാം തന്നെയും നല്ല ഫോണുകളായിരിക്കും. അല്ല ഏത് ചാനലിൽ വേണമെങ്കിലും പോയി നോക്കൂ, എല്ലായിടത്തും നല്ലതേ പറയാൻ വഴിയുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ. സോ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അല്ലാണ്ട് വെറുതെ അങ്ങനെ ആരും ബ്രാൻഡുകൾക്ക് ഭ്രാന്തായിട്ട് നല്ല ഫോൺ അറിയിക്കണമെന്നല്ല, കട്ട കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CMF ഫോൺ 2 Pro ഒക്കെ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ്. ഏത് ഫോണുകൾ പരിഗണിക്കാം അതാണ് പറയാൻ പോകുന്നത്. 20,000 താഴെ ഒന്നാമത് പോക്കോ X7 Pro വന്നിട്ട് നല്ല ഫോണാണ്. ആ പ്രൈസിന് അതായത് 21 സംതിങ് ആ ഫോൺ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഡയമൻസിറ്റി 8400 പ്രോസർ വരുന്നുണ്ട്. 22,990 ഈ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടും. 22,990 ആണെങ്കിലും ആ പ്രോസർ വെച്ചിട്ട് ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. ഗെയിം കളിക്കാനൊക്കെ ഉദ്ദേശിച്ച് ഫോൺ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. അതിൽ 6550 mAh ബാറ്ററിയും വരുന്നുണ്ട്. സോ ബാറ്ററിക്കും വിഷയമേ ഇല്ല. നല്ല ഡിസ്പ്ലേയും ക്യാമറ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് പോക്കോ X7 Proയിൽ. സോ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കാനാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കണ്ണും പൂട്ടി പോയി എടുക്കാനല്ല. ഗെയിമിങ്ങിനാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അതേ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ ഫോൺ വേണമെങ്കിൽ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സംഭവങ്ങൾ ഈ പേനയടക്കം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അവിടെ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് വന്നിട്ടുണ്ട്. പെന്നടക്കമുള്ള സെറ്റപ്പാണ്. എടുത്ത് ഉപയോഗിക്കുക. ഒരു ഓൾറൗണ്ടർ എക്സ്പീരിയൻസ്. അതിലുള്ള പ്രോസർ ടോപ്പ് ലെവൽ പ്രോസർ അല്ല, അതിലുള്ള ക്യാമറ വന്നിട്ട് ടോപ്പ് ലെവൽ അല്ല, ഒന്ന് ടോപ്പ് അല്ല, ബട്ട് എല്ലാം ഉണ്ട്. പെന്നടക്കമുള്ള സകല ഫീച്ചേഴ്സും ഉണ്ട്. വയർലെസ് ചാർജിങ് അടക്കം എല്ലാ സംഗതികളും ഉണ്ട്. സോ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിയിട്ട് മാത്രം എടുക്കുക. സംഭവം ഓൾറൗണ്ടറാണ്. ഇനി ബഡ്ജറ്റ് 18-19 രൂപ റേഞ്ചിലേക്ക് കയ്യിലുള്ളൂ എങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ തന്നെ നോക്കാം. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഇത് 50 ഫ്യൂഷൻ ആണ് കേട്ടോ. 60 ഫ്യൂഷൻ ആണ് ലേറ്റസ്റ്റ്. അത് 20,990 കിട്ടുന്നുണ്ട്. 50 ഫ്യൂഷൻ അതും നല്ല ഫോൺ തന്നെയാണ്, ഒരു ഓൾറൗണ്ടർ ഫോൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന ഡീസൻ്റ് ആയ പ്രോസർ കിടക്കുന്നുണ്ട് അതിനകത്ത്. 5000 mAh ബാറ്ററി, 68 വാട്ട് ചാർജിങ്, POLED ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് 50 ഫ്യൂഷൻ 18,990 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല വാല്യൂ ഫോർ മണി ഓഫറിംഗ് ആണ്. ഇനി ഒരു 1000 രൂപ അല്ല 2000 രൂപ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ Edge 60 ഫ്യൂഷൻ എടുക്കാം. 20,990 ഓഫറിൽ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും നല്ല ഡീൽ എന്ന രീതിയിൽ അവിടെ പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സൈറ്റിൽ, അതായത് ഫ്ലിപ്കാർട്ടിൽ. ഡയമൻസിറ്റി 7400 പ്രോസർ ഇരിക്കുന്നത്. 5500 mAh ബാറ്ററി, 68 വാട്ട് ചാർജിങ്, POLED ഡിസ്പ്ലേ, ഡീസന്റ് ക്യാമറ, എല്ലാ കാര്യങ്ങളും അടക്കം 60 ഫ്യൂഷൻ ഒരു ഓൾറൗണ്ടർ നല്ല ഫോൺ തന്നെയാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഈ ഒരു 20 രൂപ റേഞ്ചിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. എന്നാൽ ഇവിടെ മറ്റ് രണ്ട് അടിപൊളി ഐറ്റംസ് കിടക്കുന്നുണ്ട്. 19,990 ഓഫറിൽ കിട്ടുന്ന വിവോയുടെ T4. ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസർ ഉണ്ടെന്നുള്ളതിന്റെ ഒപ്പം തന്നെ 7300 mAh കിടിലും ബാറ്ററി കൊടുത്തിട്ട് ഈ പ്രൈസിൽ ഇതിനേക്കാൾ കൂടിയ ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഫോണേ ഇല്ല. ഈ പ്രൈസിൽ നിന്നല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ബാറ്ററി സെറ്റപ്പ് ഉള്ള ഫോൺ എന്ന് പറയുന്നത് ഇതാണ്. സോ ബാറ്ററി ലൈഫ് നിങ്ങളുടെ കൺസേൺ ആണെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്, T4 അല്ലെങ്കിൽ IQ C10. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളത്, C10ഉം IQ C10ഉം T4ഉം ഒരേ ഫോൺ തന്നെയാണ്. സോ നിങ്ങൾക്ക് IQ എന്ന ബ്രാൻഡാണ് ഇഷ്ടമെങ്കിൽ IQൻ്റെ C10 എടുക്കുക, അല്ലെങ്കിൽ വിവോയുടെ T4 എടുക്കുക. രണ്ടായാലും ഒന്ന് തന്നെ. സോ നല്ല സെറ്റപ്പാണ്. ക്യാമറയും വലിയ കുഴപ്പമില്ല, നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഇനി 17,000 രൂപ റേഞ്ചൊക്കെ ബഡ്ജറ്റ് കയ്യിലുള്ളൂവെങ്കിൽ OnePlus Nord C4 ഒരു ഓപ്ഷനാണ്. അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒരു ഓപ്ഷനാണിത്. തീർച്ചയായിട്ടും നല്ല ഫോണാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ്, OnePlusന്റെ UI കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ക്യാമറയും വലിയ കുഴപ്പമില്ല. വീഡിയോ കണ്ട് നോക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. മോട്ടോയുടെ ഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് മോട്ടോ G85 എടുക്കാം. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 പ്രോസർ, 33 വാട്ട് ചാർജിങ്, POLED ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീസന്റ് സെറ്റപ്പാണ്. 10,000 താഴെ മോട്ടോ ഫോൺ ആണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. എന്നാൽ ഈ ഒരു ഏരിയയിലെ താരം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, അതാ ഈ ഐറ്റമാണ്. ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത നത്തിങ്ങിൻ്റെ CMF ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഐറ്റം ഒരു ഓൾറൗണ്ടർ ഫോണാണ്. നല്ല ഡിസൈൻ, നല്ലൊരു പ്രീമിയം ഫീൽ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വെറൈറ്റി ലുക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആക്സസറികളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ക്യാമറയാണെങ്കിലും വലിയ കുഴപ്പമില്ല, പെർഫോമൻസ് ആണെങ്കിലും ഒരു ഏറ്റവും നല്ല പ്രോസർ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ബാറ്ററി മാത്രം ഈ പ്രൈസിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് 6000 mAh 6300 mAh കൂട്ടിക്കൊണ്ടുവരേണ്ടി ഇവർ 5000 mAh വെച്ചിട്ടുള്ളൂ. അത് മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. ഇതിനകത്ത് ബോക്സിൽ ചാർജർ കേസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു ബാറ്ററി സാധാരണമാണ് എന്നുള്ളതേ ഉള്ളൂ, അസാധാരണമായിട്ട് കൂട്ടിക്കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 5000 mAh ഡീസൻ്റ് ആണ് കേട്ടോ. സോ ഒരു ഓൾറൗണ്ടർ ഫോൺ, ഒരു വെറൈറ്റി ലുക്കൊക്കെ ഉള്ള ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. CMF ഫോൺ 2 Pro. സോ താല്പര്യമുള്ളവർക്ക് CMF ഫോൺ 2 Pro നോക്കാം. ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ലിങ്കും മുകളിൽ കൊടുത്തേക്കാം. ഇനി 15000 രൂപ താഴെ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടോയുടെ G85 15000 താഴെ 14 സംതിങ്ങിൽ കിട്ടുന്നുണ്ട്. എന്നാലും അവിടുത്തെ ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അതല്ല. അവിടെ നമുക്ക് നല്ലൊരു ഐറ്റം പോക്കോ X7 നിൽക്കുന്നുണ്ട്. ആ റേഞ്ചിൽ ഏറ്റവും നല്ല പെർഫോമൻസും നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അതിലാണുള്ളത്. ഡയമൻസിറ്റി 7300 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ് ഇരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 5500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഗ്രേറ്റ് ഐറ്റമാണ്. വിശദമായിട്ടുള്ള വീഡിയോ കണ്ടു നോക്കിയിട്ട്
ചൂസ് ചെയ്യുക. പോക്കോ ആയതുകൊണ്ടും ബോർഡ് അടിച്ചു പോയില്ല ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പോഴൊന്നും ആരും അടിച്ചു പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മുമ്പ് ഒരിക്കൽ സംഭവിച്ചെന്ന് വെച്ചാൽ അതിന് എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫോണാണ്, ഇലക്ട്രോണിക് ഡിവൈസുകളാണ്, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് പോക്കോ S7 ഈസ് എ ഗുഡ്. ഇനി ബഡ്ജറ്റ് അത്രയും ഇല്ല, അതിന് താഴെ പോവുകയാണെങ്കിൽ ഞാൻ കണ്ട ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട നല്ല ഡീൽ എന്ന് പറയുന്നത് റിയൽമിയുടെ P3X ഒരു നല്ല ഫോണായിട്ട് തോന്നി. 11,990 പ്രൈസ് വരുന്നുള്ളൂ. ആ പ്രൈസിന് തന്നെ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മീഡിയടെക്കിൻ്റെ 6400 എന്ന് പറയുന്ന പ്രോസറുണ്ട്. IP69 റേറ്റിംഗ് ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ എങ്കിലും IP69 റേറ്റിംഗ് ഒക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ വേണമെങ്കിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ എടുക്കാൻ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. റിയൽമി P3X. ഇനി പോക്കോ M7 10,000 താഴെയാണ് ബഡ്ജറ്റെങ്കിൽ പോക്കോ M7 തീർച്ചയായിട്ടും ഒരു ഓൾറൗണ്ടർ ഫോണാണ്. അതല്ലെങ്കിൽ സാംസങ്ങിൻ്റെ F06 8,199 കിട്ടും. പോക്കോ M7 9,199 ഇത് 8,199 കിട്ടും. സാംസങ്ങിൻ്റെ ഫോണൊക്കെ 10,000 താഴെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ ഫോൺ വന്നിട്ട് നല്ല ഫോണാണ്. വീഡിയോ കണ്ടു നോക്കുക, സ്പെക്കും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എനിക്കതിൽ പ്രധാനമായിട്ട് കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഓഫറുകളാണ്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നമുക്കറിയാം ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ മണിക്കൂർ കൂടുമ്പോഴൊക്കെ പുതിയ പുതിയ ഓഫറുകൾ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ അവരുടെ പേജ് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഇപ്പം ഞാൻ കണ്ട ഓഫറുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റിയ നല്ല ഐറ്റം തന്നെ ചൂസ് ചെയ്താൽ പിടയ്ക്കുക. ഓഫർ മിസ് ചെയ്യേണ്ട. അത്യാവശ്യം നല്ല ഓഫറുകളുണ്ട്. സാധാരണഗതിയിൽ ബിഗ് ബില്യൺ ഡേയിലാണ് നമുക്ക് നല്ല നല്ല ഡീലുകൾ കാണാറ്. ബട്ട് ഇതിൽ വന്നിട്ട് നല്ല നല്ല ഓഫറുകൾ കാണുന്നു. ഈ പറഞ്ഞൊന്നും മോശമായ ഓഫറുകളല്ല. സോ വേണ്ടവർ വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക. വെറുതെ മോഹന വാഗ്ദാനങ്ങളൊന്നും വീഴാതെ കൃത്യമായ ഓഫറുകൾ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ഓഫർ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.